ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. 5 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി ഇന്ന് തീരുകയാണ്. ബൽറാം നെടുങ്ങാടി ഈ വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ കാര്യം എങ്ങനെയുണ്ട് അന്വേഷണത്തിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില അതേപടി തന്നെ തുടരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. വിദേശത്ത് നിന്ന് എത്തിച്ച മരുന്ന് അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടെ ഒരു അവലോകനം ഡോക്ടർമാർ നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രി ഉണ്ടായിരുന്ന അത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു അദ്ദേഹം. അതിൽ നിന്നും വളരെ നേരിയ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് ഡോക്ടർമാർ ഉള്ളത്. എന്തായാലും ഉടൻ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നില്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഹരിയാന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇതിന് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു കാത്തുനിന്നത്. മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് സ്ഥാനാർത്ഥികളുടെ 2 പട്ടികകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇതോടെ 84 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് സീറ്റുകൾ സഖ്യകക്ഷികൾക്ക്, സമാജ്വാദി പാർട്ടി അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് നൽകും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ഈ നിരവധി പ്രമുഖർ അടക്കം ഈ കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏറെ പ്രതീക്ഷയോടെ കോൺഗ്രസ് കാണുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഹരിയാനയിലേത്. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും അടക്കമുള്ള കാര്യങ്ങൾ അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതേസമയം BJPയും ഇത്തവണ പ്രതീക്ഷകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ നീക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്ര കനത്ത തോതിലൊരു തിരിച്ചടി ഉണ്ടായില്ല എന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. അതേസമയം ആം ആദ്മി കോൺഗ്രസ് സഖ്യം അവസാന നിമിഷം തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലേത്. ആം ആദ്മി പാർട്ടിയും 70 സീറ്റുകളിൽ മത്സരിക്കുന്നു. നേരത്തെ 60 സീറ്റുകളിൽ പരമാവധി മത്സരിക്കാൻ തീരുമാനിച്ച ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായുള്ള സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ 90 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 70 സ്ഥാനാർത്ഥികളെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കടുത്ത മത്സരത്തിന് തന്നെ വഴിയൊരുക്കും. പ്രതിപക്ഷ വോട്ടുകൾ, ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് BJPക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടൽ BJPക്കുണ്ട്. എന്തായാലും സഖ്യ ചർച്ചകൾ സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ചിലർ ഇപ്പോഴും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ടുള്ള നീക്കങ്ങളോ മറ്റും നടക്കുമോ എന്നുള്ളതെല്ലാം തന്നെ ശ്രദ്ധേയമായി തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.